ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി വ്ലോഗ് കണ്ടാലോ. എൻ്റെ ഒപ്പം തന്നെ അപ്പൂട്ടനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് 3 മണിയാകുമ്പോൾ ഉണരുന്നതാണ്. കുറച്ച് നേരം അവളെ കളിപ്പിച്ചിട്ട് പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ട് അംഗനവാടി പോകണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് നേരത്തെ പണികളെല്ലാം ഒതുക്കാമെന്ന് കരുതി. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. ചായ കുടിച്ച പാത്രമൊക്കെ കഴുകി. പിന്നെ ഇന്ന് അപ്പവും സ്റ്റൂ ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. സ്റ്റൂ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്ക് ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി. അപ്പൂട്ടനെ കുറച്ച് നേരം വെയിൽ കൊള്ളിക്കാമെന്ന് കരുതി. അപ്പൂട്ടന് അതൊക്കെ ഭയങ്കര ഇഷ്ടമായി, വെയിൽ കൊള്ളുന്നതൊക്കെ. പിന്നെ ചേച്ചിയെ ഉണർത്താനായിട്ട് ഞങ്ങൾ രണ്ടുപേരോട് അകത്തേക്ക് കയറി. മിന്നു ചേച്ചി അപ്പോഴും നല്ല ഉറക്കമാണ്. കുഞ്ഞിനെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചേച്ചി ഉണർത്താൻ നോക്കിയെങ്കിലും ചേച്ചി ഇതൊന്നും അറിഞ്ഞില്ല. അവസാനം ഞാൻ തന്നെ ഉണർത്തി. പിന്നെ മിന്നൂട്ടിനെ കുളിപ്പിച്ച് അവിടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയാക്കി. എന്നിട്ട് അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു. പെട്ടെന്ന് ഒരിക്കൽ അംഗനവാടി വിട്ടു. അവൾക്ക് ആഹാരം കൊടുക്കുന്ന ഭയങ്കര പണിയാണ്. അവളെ അംഗനവാടി വിട്ടതിന് ശേഷം ഞാൻ എൻ്റെ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചു. ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. എന്നിട്ട് അപ്പൂട്ടനെ കുളിപ്പിക്കാൻ പോയി. അപ്പൂട്ടനെ കുളിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാവും. അവൾ അങ്ങനെ ഒന്നിനും വഴക്ക് ഇടുന്ന കൂട്ടത്തിലല്ല. അവൾക്ക് എല്ലാം നല്ല ഇഷ്ടമാണ്. അങ്ങനെ കുളിപ്പിച്ച് കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള ജോലികളിലേക്ക് കടന്നു. എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചോറിനുള്ള സമയമായി. പിന്നെ ചോറൊക്കെ ഉണ്ട്. കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ അവിടെ ഇരുന്ന് സിനിമയൊക്കെ കണ്ട് അന്നേരത്തേക്ക് മിന്നൂട്ടൻ തിരിച്ച് അംഗനവാടിയിൽ നിന്ന് വരാനുള്ള സമയമായതുകൊണ്ട് ഞാൻ ചായയൊക്കെ ഇട്ട് കുഞ്ഞിനുള്ള പാലും കാച്ചി വെച്ചു. അവൾ വന്ന ഉടനെ അവളെ മേലൊക്കെ കഴുകി നെയ്റോസ്റ്റും പാലും ഒക്കെ കൊടുത്തു. ട്യൂഷൻ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ചെറിയ മിനി വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയി കാണാം. ബൈ.